ശംഖുമുഖത്ത് എയർ ഷോ കാണാൻ പോകാനുള്ള തിരക്കാണ് കേട്ടോ. എന്തുമാത്രം വണ്ടികൾ അവിടെ കിടക്കണമെന്ന് അറിയാം. വേളയിലുള്ള റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ കിടക്കുകയാണ്. ഒരുപാട് നേരമായി, ഒരു അരമണിക്കൂറിൽ കൂടുതലാവും ഇപ്പോൾ ഇവിടെ വന്നിട്ട്. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ഫുൾ ട്രാഫിക് വിഷയങ്ങളാണ്. ഇവിടെ നിന്ന് ഇപ്പോഴൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 4:30 മണിക്കാണ് എയർ ഷോ തുടങ്ങുന്നത്. പക്ഷേ ഇതിപ്പോൾ 5 മണിയായാലും നമ്മൾ ഇവിടെ നിന്ന് എത്തൂല എന്ന് പറഞ്ഞാൽ വല്ല ബൈക്കിലാണ് വന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കയറി പോയായിരുന്നു. ഇവിടെ കാറിൽ വന്നിട്ട് ഇങ്ങനെ പെട്ട് കിടക്കുക. ഞാൻ ലുലു മാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ വേളി റെയിൽവേ സ്റ്റേഷൻ വഴി അങ്ങനെ നമുക്ക് ചെന്ന് ശംഖുമുഖത്ത് ഇറങ്ങാൻ പറ്റുമല്ലോ, അങ്ങനെ വന്നതാണ്. ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വേളി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് കേട്ടോ. എയർ ഷോ കാണാൻ വേണ്ടിയിട്ട് ശംഖുമുഖത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല ട്രാഫിക് കാരണം പോകാൻ പറ്റുന്നില്ല. ഒരുപാട് ട്രെയിനുകൾ ഇങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. നോർമലി തന്നെ ഇവിടെ കടന്നു പോകുന്ന കാര്യം ഭയങ്കര പാടാണ്. അങ്ങനെ ഒരു പ്രശ്നത്തിലിരിക്കുകയാണ്. എന്തായാലും ശംഖുമുഖത്ത് ഇന്ന് രാഷ്ട്രപതി വരുന്നുണ്ട്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, ഡിസംബർ 3 അപ്പോൾ അതിനെ കൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഈ പോകുന്ന വണ്ടികളൊക്കെ ഇതാ ഇടയ്ക്കും മറക്കും കയറി പോകുന്നുണ്ടോ, അങ്ങനെ കയറി പോട്ടെ, ഒരു രക്ഷയില്ല. യാതൊരു തരം ട്രാഫിക്കിൻ്റെ ഒരു യൂസ് ചെയ്യാറിയാത്ത ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. ഇനി എങ്ങനെയാണ് വണ്ടികൾ ഇങ്ങോട്ട് പോവുക? ഈ ലൈൻ പോകത്തില്ല എന്ന് അവർക്ക് മാന്യമായിട്ട് അറിയാം. എന്നിട്ടും പിന്നെ ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും വണ്ടി ഫ്രണ്ടിൽ കിടക്കുക, എന്നിട്ടും ഇവിടെ നോ രക്ഷ. നമ്മളെല്ലാവരും ഇതിനൊക്കെ പോകാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ കാണിക്കുന്ന വെപ്രാളപ്പെട്ട ഈ ആൾക്കാരുണ്ടല്ലോ, അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക KSRTCക്ക്. ഇനി ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു ബ്ലോക്കിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുക. നമ്മൾ ലൈനിൽ കിടന്ന് നമ്മൾ മണ്ടന്മാരായി. 2 ലൈനായിട്ടാണ് വണ്ടി വരുന്നത്. ഇനി എങ്ങനെ പോകുമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് പോകേണ്ടി വരും. അവിടെ കണ്ടോ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ചേട്ടൻ വന്ന് കട്ട കലിപ്പിലായിട്ടോ കയറിപ്പോയവന്മാരെയൊക്കെ ചീത്ത വിളിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പ്രതികരിക്കാൻ ആരെങ്കിലും ഉള്ളത് നല്ലതാണ്. എയർ ഷോ കാണാൻ വന്നത് ഇപ്പോൾ 2 ഘട്ട ലെവലിലായി എന്നുള്ളതാണ്. ആ പോകുന്ന ചേട്ടനാണ് പ്രതികരിച്ചത്. ഈ ട്രെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ പോകാനാണ്? മുമ്പോട്ടും പുറകിലോട്ടും ട്രെയിനുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബാക്കി കിടക്കുന്ന യാത്രക്കാരെ കാര്യം കട്ടപ്പുക. എന്തായാലും പോലീസിന് അധികം ട്രാഫിക് നിയന്ത്രിക്കേണ്ടി വരത്തില്ല. ഈ റൂട്ടിൽ കൂടെ പോകുന്നവരെല്ലാവരും ഇവിടെ തന്നെ കുഴഞ്ഞ് കിടക്കും, അതാണ് തോന്നുന്നത്. എന്തായാലും ബാക്കി അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ബൈക്കാർക്ക് വിഷയമില്ല, എങ്ങനെ വേണമെങ്കിലും പോവാം. പക്ഷേ ബാക്കിയുള്ള കാറുകാരെ കാര്യങ്ങളാണ് വളരെ കഷ്ടമാകുന്നത്. ഇത് നമ്മളെ ലൈനാണ്. ഈ ലൈനിൽ നിന്ന് ആരെയും ഒരുത്തിനെ ഞാൻ ഇങ്ങോട്ട് കയറ്റില്ല. പോക്കിരുത്തരം കാണിച്ചിട്ട് അല്ലെങ്കിൽ മണിക്കൂറോളം കിടന്നാൽ നമ്മൾ മണ്ടന്മാരാവും. 2 ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമാധാനപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പോവാം. ഒരു ചെറിയ റോഡിൽ 3 സെറ്റ് വണ്ടിയാട്ടോ. എന്തോ കാണിക്കുന്നതാ, എന്തോ കാണിക്കുക? നിങ്ങൾക്ക് നേരെ ബുക്കൂടെ ചങ്ങായി, ഫുൾ റെക്കോർഡാ. യാതൊരു മാന്യതയില്ല കേട്ടോ. കൊണ്ടുവച്ചും കയറി എങ്ങനെയും കാര്യം കഴിഞ്ഞ് പോവാം. എത്ര പതുക്കെ വന്നാലും സ്പീഡിൽ വന്നാലും ഈ റെയിൽവേ ഗേറ്റ് കിടക്കണ്ടേ, അല്ലാതെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇപ്പോൾ ട്രെയിൻ വരും, ഇപ്പോൾ ക്ലോസ് ആവും. കാരണം വേറൊരു വിഷയം കൂടെ ഉണ്ട്. ട്രെയിൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിൽക്കുന്നവരെന്ത് ചെയ്യും? പോലീസുകാർക്ക് ഇവിടെ ഭയങ്കര ടെൻഷനാണ്. അതിനകത്ത് കിടക്കുന്ന വണ്ടി മൊത്തവും പോകണം. ഭയങ്കരമായ വിഷയം തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത ട്രെയിൻ ഇപ്പോൾ വരും. അതിനുമ്പോൾ തന്നെ ഈ ഗ്യാപ്പ് കഴിഞ്ഞ് പോകണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടു. എന്തൊക്കെ ഭ്രാന്താണല്ലേ എൻ്റെ മുന്നേ. എങ്ങനെയെങ്കിലും ഇവിടെ കടന്നു കിട്ടി കേട്ടോ. ഇവിടെ നിന്ന് ഇടത്തോട്ട് പോകാൻ പറ്റത്തില്ലേ? ഇടത്തോട്ട് പോയാലേ നമുക്ക് ശംഖുമുഖത്ത് പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പണിയാ. ഇവിടെ മൊത്തം ആകെ ഫുൾ ട്രാഫിക് ബ്ലോക്കും പ്രശ്നങ്ങളാണ് കേട്ടോ. KSRTC വരിയാണ് വരുന്നത്. ഇവിടെ നിന്ന് ഇഷ്ടംപോലെ സ്പെഷ്യൽ സർവീസുകളുണ്ട് ആൾക്കാർക്ക്. ഈ തമ്പാനൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നു പോകാനൊക്കെ കേട്ടോ. അപ്പോൾ ഇന്ന് KSRTC കൊണ്ട് തന്നെ കൂടുതൽ ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളാ സാധാരണ വണ്ടിയിലും കാറിലൊക്കെ വരുന്നൊരു കുറവാണ്. പക്ഷേ KSRTC ഒരു രക്ഷയില്ല. ഇതൊക്കെ ഏത് വഴി ആൾക്കാരെ എടുത്തുകൊണ്ട് വരുന്നതെന്ന് അറിയാൻ വയ്യ കേട്ടോ. ഭയങ്കരമായ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ശംഖുമുഖം എത്താറായിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയാൻ വയ്യ കേട്ടോ. റോഡ് സൈഡ് മൊത്തം ബൈക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ലാസ്റ്റ് ദിവസമില്ല, എല്ലായിടത്തും ആൾക്കാർ ഇറങ്ങി.
തിരുവനന്തപുരം ഫുൾ എയർ ഷോയുടെ തിരക്കിലാണ്. രാഷ്ട്രപതിയൊക്കെ എത്ര മണിക്കാണ് വരണതെന്ന് പോലും അറിയാൻ വയ്യ. ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് 4 മണി കൊണ്ട് അടുക്കുന്നു. ഇവിടെ മൊത്തം KSRTCയുടെ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. KSRTC മൊത്തം അതാ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടത്തേക്ക് വണ്ടി കടത്തി വിടുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. ഞാനിപ്പോൾ എന്തായാലും നമ്മുടെ എയർപോർട്ട് റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് എടുത്ത് പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പെട്ടുപോയി കേസ്. ഇവിടെ അത് വണ്ടി ഇടാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഏതൊഴി പോകുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഗൈസ്, ഇവിടെയെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പോയിപ്പോൾ എയർപോർട്ട് റോഡിൻ്റെ അവിടെ ചെന്ന് കയറി യൂട്ടേൺ അടിച്ച് തിരിച്ച് വന്ന വഴി കൂടെ പോവാം. ശംഖുമുഖത്ത് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു എന്താ വന്ന് പോവുകയും ചെയ്തു. ഇപ്പോൾ കാണാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണല്ലോ. ഇവിടെ എല്ലാ സ്ഥലത്തും ഇവിടെ പോലീസും പട്ടാളവും ഒക്കെ ഉണ്ട്. അതിനെക്കൊണ്ട് റോഡിൻ്റെ സൈഡിൽ എങ്ങും ആർക്കും വിടാൻ പറ്റത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാഫിക് കാരണമാണ് ഞാൻ നമ്മുടെ വേളി ടൂറിസ്റ്റ് വില്ലേജിൻ്റെ അങ്ങോട്ട് പോയായിരുന്നു. വേളിയിൽ അതുവഴി പോയാൽ മതിയായിരുന്നു. എന്താ ചെയ്യാം, ഒരു രക്ഷയുമില്ല. എല്ലാവരെയും വിചാരം ഇപ്പം പെട്ടെന്ന് അത് പോകാൻ. ഇവിടെ ഒരു കട്ടിങ് ഉണ്ട്. ഇതുവഴി കയറി പോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. രക്ഷ, എല്ലായിടത്തും പോലീസാണ്. അങ്ങനെ വരുന്നവരെല്ലാം വേളിയിൽ നമ്മളെ കാർ പാർക്ക് ചെയ്തിട്ട് വേളിയിൽ നിന്ന് KSRTC ബസ്സുണ്ട് എയർ ഷോ കാണാനായിട്ട്. 3 മണി വരെയും കണ്ടേ ഉള്ളൂ. അല്ലെങ്കിൽ പാസ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ അകത്തോട്ട് കയറി പോകാനായിട്ട്. നേരത്തെ പാസ് എടുത്തവരെയൊക്കെ കടത്തി വിടുന്നുണ്ട്. എല്ലാവർക്കും പാസ് കിട്ടത്തുമില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ സൗണ്ട് കേൾക്കുന്നത് വലിയ ഹെലികോപ്റ്റർ വരുന്ന സൗണ്ടാണ് കേട്ടോ. ഇത് ബീച്ചിൽ നിന്ന് നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ. നമ്മൾ ഈ സൈഡിൽ നിൽക്കുന്നതിനെ കൊണ്ട് നമുക്കൊന്നൊരു ഫീലില്ല. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരു ജാഥ പോകുന്നുണ്ടോ ഫ്രണ്ടിൽ നിന്ന്. ഈ KSRTC ബസ്സൊക്കെ ഇനിയിപ്പം വേളിയിൽ നിന്ന് ഒരുപാട് ഫുള്ളായിട്ടായിരിക്കും പോവുക. അതേപോലെ തന്നെ കാറൊക്കെ കൊണ്ടുവരുന്നവർക്ക് ഇവിടെ ഇട്ടിട്ട് കയറി പോകാനേ പറ്റും. അപ്പോൾ എല്ലാവരും KSRTC തന്നെ വഹിക്കണം. ഭയങ്കര പരിപാടി കേട്ടോ. വരുന്നവരെല്ലാം ടിക്കറ്റ് എടുക്കേണ്ടി വരും. വേളിയിൽ എത്തുമ്പോൾ ഇവിടെ മൊത്തം ബസ്സും ട്രാഫിക്കും ഭയങ്കര പ്രശ്നമാണ്. നോക്കും, അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ നമ്മളെ ട്രിവാൻഡ്രത്ത് തന്നെ ഫുള്ളായിട്ട് വരുവാണ്. ഇനി ഇതിൽ ഏതെങ്കിലും കയറിയിട്ട് വേണം എനിക്ക് ശംഖുമുഖത്തോട്ട് പോകാനുള്ളത്. ഇവിടെ പോലീസ് വണ്ടിയൊക്കെ തടഞ്ഞ് പാസ്സുള്ളവരെ മാത്രമേ ഇങ്ങോട്ട് വിടത്തുള്ളൂ. സ്കൂട്ടർ പോലും ഇങ്ങോട്ട് കടത്തി വിടത്തില്ല. ഇതൊക്കെ അവിടെ നിന്ന് പോയിട്ട് വരുന്ന ബസ്സുകളാണ്. ഇവിടെ ഈ KSRTC കൊണ്ട് മാത്രം റോഡ് ബ്ലോക്കായി പോയി. ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. എല്ലാ ബസ്സുകളും വരിയായിട്ട് ഇത് ഇവിടെ പോകണ്. കാറോ മറ്റ് ബൈക്കുകളോ ഒന്നുമില്ല. ഇവിടെ ഫുള്ള് 2 സൈഡും KSRTC ബ്ലോക്ക് അടിച്ചിട്ടേക്കുക. അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് വേണ്ടേ പോയി. ഇത്രയ്ക്ക് ആൾക്കാരുണ്ടോ ഇവിടെ. ഈ ബസ്സുകളെല്ലാം പല വഴിക്ക് പോകുന്ന ബസ്സുകളാണ് കേട്ടോ. എല്ലാ സർവീസും ഇവിടെ നിന്നാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. നമുക്ക് ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ബസ്സുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്നത്. ഇതാ ഈ കാണുന്ന ഏതെങ്കിലും ബസ്സിൽ കയറി പോവാം. ഈ ബസ്സുകളെല്ലാം തന്നെ ശംഖുമുഖത്തേക്ക് പോകാനായിട്ടുള്ള ബസ്സുകളാണ്. ഇപ്പം ഈ ബസ്സിനകത്തൊക്കെ ഇരുന്നൊരു മടുത്തിട്ട് ഇറങ്ങി നടക്കുവാണ്. ഇവിടെ ഒരു അടുത്തൊരു ബീച്ചുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നുള്ള ഡൗട്ടില്ല. ഈ ബസ് ഇരിക്കുന്നവരൊന്നും ഒരിക്കലും അങ്ങ് ഒന്ന് എത്തി കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ബസ് അങ്ങ് എത്താൻ നേരത്തെ തന്നെ എനിക്ക് നേരം വെളുക്കും. അതിനെക്കൊണ്ട് നടന്നു പോവാണ് എല്ലാവരും. അതായത് ഒരുപാട് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേളി തൊട്ട് ശംഖുമുഖം വരെ നിരന്ന് കിടക്കുവാണ്. അത്രയും KSRTCയിലെ എനിക്ക് തോന്നുന്നത് കിഴക്കേക്കോട്ട തമ്പാനൂരുള്ള എല്ലാ ബസ്സുകളും ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. സ്പെഷ്യൽ സർവീസുകൾ വേറെ ഉണ്ട്. വേറെ ജില്ലകളിൽ നിന്നൊക്കെ വണ്ടി പിടിച്ച് വന്ന ആൾക്കാരുണ്ട്. KSRTCയിലെ തന്നെ
സ്പെഷ്യൽ സർവീസുകൾ ഒരുപാടുണ്ടായിരുന്നു. അതിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നേക്കുവാ. വേളി തൊട്ട് ശംഖുമുഖം വരെ നടക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3-3.5 കിലോമീറ്റർ ഉണ്ട്. അതുപോലെ സൈക്കിളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എളുപ്പത്തിന് പോവാം. ടിക്കറ്റ് എടുത്തിരുന്നവരൊക്കെ വെറും ശശിയായി മാറി കേട്ടോ. ആരുമില്ല, ബസ്സൊക്കെ ഫുള്ള് കാര്യം, എല്ലാവരും ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു. നോക്കി, ഇതൊക്കെ ഫുള്ളായിട്ട് വന്ന ബസ്സുകളാണ്. സംഭവം ബസ് കാലിയായി. സത്യം പറഞ്ഞാൽ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നാണ് തോന്നേട്ടോ. അത്രയ്ക്കും ട്രാഫിക് അവിടെ നിന്ന് ബസ്സുകൾ ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇന്നിപ്പോൾ കിഴക്കേക്കോട്ടയിലും തമ്മാനയിലൊന്നും കാര്യമായിട്ട് ബസ് കാണത്തില്ല കേട്ടോ. മൊത്തം ബസ്സും ഇവിടെ കിടക്കുവാണ്. വഴിയിലൊക്കെ നിൽക്കുന്ന യാത്രക്കാരെ കാര്യം കട്ടപ്പൊക്കെയായിരിക്കും. അത്രയ്ക്കും ബസ്സുകൾ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഒരു ഐഡിയ ഇല്ലാത്ത ഇതായിപ്പോയി കേട്ടോ. അല്ല, വേറെ എത്ര വഴികളുണ്ട്. ഒരു KSRTC അതുവഴിയൊക്കെ തിരിച്ചുവിടായിരുന്നു. ഇത് വരുന്നതും പോകുന്നതും എല്ലാം ഒറ്റ ലൈനിൽ. എന്ത് പ്രതീക്ഷയുടെ ആൾക്കാർ വന്നത്, അതെല്ലാം കട്ടപ്പുറത്താക്കി. ഓ, ഇവിടെയാണ് കേട്ടോ വിഷയം. ഇവിടെ നിന്നാണ് ബസ്സുകൾ അങ്ങോട്ട് പോകാത്തത്. ഇവിടെയാണ് വിഷയം. ഇതാണ് ഈ ലൈനിലെ ലാസ്റ്റ് ബസ് കേട്ടോ. ഇവിടെ വന്ന് കുടുങ്ങി കിടക്കുക. ഇവിടെ സ്ഥലവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ആൾക്കാരെല്ലാം കൂടെ ഇവിടെ വന്ന് കിടന്ന് ഭ്രാന്തെടുക്കുക. ഇത്രയും വീതിയില്ലാത്ത റോട്ടിൽ കൂടെ വലിയ ആനവണ്ടിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ വല്ല അന്തമുണ്ടോ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇതുവഴി കുറേ പേര് പോകുന്നുണ്ട്. ഇത് മറ്റൊരു ബീച്ചിൻ്റെ ഭാഗത്ത് നിന്ന് എത്തും. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ല കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി പോവാണ്. ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞൊരു 4 കിലോമീറ്ററോളം നടന്നു പോകേണ്ടത്. ഇതെന്തൊരു പണിയാണ്. അങ്ങനെ നമ്മൾ താൽക്കാലികമായിട്ടൊരു ബീച്ചിലെത്തി. ശംഖുമുഖത്തെത്തിയില്ല. അപ്പോൾ ഈ ബീച്ച് വഴി വേണമെന്ന് വെച്ചാൽ നമുക്ക് ശംഖുമുഖത്ത് നടന്നു പോവാം. പക്ഷേ ശംഖുമുഖത്തോട്ട് പോകണമെന്നുണ്ടെങ്കിലും റിസ്ക്കാണ്. ഈ മണൽ കൂടെ നടക്കാമെന്ന് പറഞ്ഞാൽ പാടാണ്. ഇതേപോലെ ബസ്സിലൊക്കെ വന്ന ഫുള്ള് ആൾക്കാർ ഇപ്പോൾ ക്രോസ് ചെയ്ത് കാണുന്ന ബീച്ചിലൊക്കെ ഇറങ്ങാണ്. ഇവിടെ ഇരുന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നല്ല വെയിലാണ്. ഇന്ത്യൻ നേവിയുടെ ഏതൊരു യുദ്ധക്കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു നിഴൽ കണക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കറക്റ്റായിട്ടൊരു ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ ലൈറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ നല്ലതുപോലെ അറിയാൻ പറ്റും. ഞാൻ ആദ്യം നിന്നിടത്തുനിന്ന് ഇങ്ങോട്ട് വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് ഇവിടെയൊക്കെ നിൽക്കാനേ പറ്റത്തുള്ളൂ. കാരണം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ റോഡ് വഴി 3.5 കിലോമീറ്റർ പോകണം. ഒരു ബസ് പോലും അനങ്ങാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. KSRTC കാരണം അങ്ങനെ ഏറ്റവും വലിയൊരു സംഭവം പരാജയപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ആൾക്കാർക്ക് വരാൻ പറ്റില്ല. KSRTC ഓൺ വേ ആക്കിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. റോഡിൽ കൊള്ളത്തില്ല KSRTC. അപ്പോൾ അതിനെക്കൊണ്ടാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയത്. അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് കുറച്ച് സംഭവങ്ങൾ കാണാൻ പറ്റുമെന്ന് ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വരുമ്പോഴേ ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് കണ്ട ആ ഷിപ്പുണ്ടല്ലോ, ആ ഷിപ്പ് ഇവിടെ നിന്ന് അങ്ങേ അറ്റം പോയിട്ട് അവിടെ നിന്ന് ഫയറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് നേരം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പരിപാടി നടക്കുന്നതാണ്. ഇതുവഴി ഇപ്പോൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടുകാട് പള്ളിയിൽ ആ ഭാഗം വരെ പോകാൻ പറ്റും. വെട്ടുകാട് പള്ളിയിൽ ആ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. സൈനികാഭ്യാസ പ്രകടനങ്ങൾ കാണാൻ വന്ന് ഞാനിവിടെ അലഞ്ഞിരിഞ്ഞ് അടക്കുകയാണ്. ഒരു രക്ഷയില്ല. എന്നെപ്പോലെ കുറേ പേര്, ഒരു 10,000 പേരോളം വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ പേര് ഇപ്പോഴും KSRTC ബസ്സിനകത്ത് ഇരിപ്പുണ്ടെന്നാണ് എൻ്റെ വിചാരം. എന്തായാലും പരിപാടിയെല്ലാം എല്ലാം തീർന്നു. കാണാമെന്നവരുടെ എല്ലാ ആവേശവും അടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ വന്നിരുന്ന് ബീച്ചിൻ്റെ കാഴ്ചയിൽ കാണാം. ഇങ്ങനെയെങ്കിലും കുറച്ച് ആൾക്കാർ ബീച്ച് കണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ്. അതെങ്കിലും കണ്ട് മുതലാക്കുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയും ബ്ലോക്കായിപ്പോയി. ഈ പരിപാടിയുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതുപോലെ കുറച്ചിങ്ങനെ കറുപ്പായിട്ട് കാണാം. അല്ലാണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റത്തില്ല. അല്ലെങ്കിൽ ഇനി കുറച്ചുകൂടെ കഴിയണം, എങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആവും. സൂര്യൻ ഒന്ന് അസ്തമിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടി ആയിട്ട് സാധനം കിട്ടാൻ വഴിയുണ്ട്.
പുറകിൽ നിന്നൊക്കെ ഷിപ്പുകൾ വരുന്നുണ്ട്, ഒരുപാട് ഷിപ്പുകൾ ബൈക്കിൽ നിന്ന് വരുന്നുണ്ട്. അതെല്ലാം ശംഖുമുഖം ഭാഗത്തോട്ട് ലക്ഷ്യം വെച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് ശംഖുമുഖമായിട്ട് 4 കിലോമീറ്ററിൻ്റെ വ്യത്യാസം കിടക്കുക. അവിടെ എയർ ഷോ നടക്കുവാണോ എന്തെങ്കിലും പരിപാടി നടക്കുവാണോ ഒന്നും അറിയത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അല്ലേ. ഒന്നും കറക്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല, എന്നാലും ഇങ്ങനെയൊക്കെ നിന്ന് കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഭാഗ്യമാണ്. എന്തുമാത്രം പേരാണല്ലേ നമ്മുടെ രാഷ്ട്ര സ്നേഹം കൊണ്ട് ഇറങ്ങി തിരിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാർ വന്നേക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. കേരളത്തിൻ്റെ പല സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം ജില്ലയിലുള്ളവരും വെളി ജില്ലയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും KSRTC പ്രത്യേക സ്പെഷ്യൽ സർവീസ് നടത്തിയ ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ വന്ന കുറേ ആൾക്കാരൊക്കെ കണ്ടു കാണും, കുറേ പേരൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റാണ്ടും ആയി കാണും. കാരണം കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് എത്താൻ പറ്റത്തില്ല. എന്തായാലും ഷിപ്പുകൾ പോകുന്ന ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ പട്ടക്കപ്പലുകൾ ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ എന്തോ ഭംഗിയെന്നറിയോ. എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയി, കാരണം സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് പോയപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നമ്മളീ നിൽക്കുന്നതിൻ്റെ പുറകിലായിട്ട് ഒരുപാട് ഷിപ്പുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇത് കുറേ നേരം കൊണ്ട് വരുവാണ് കേട്ടോ. എവിടെ നിന്നാണ് ഇത് വരുന്നത് എന്ന് തന്നെ അറിയാൻ വയ്യ. കാരണം ഇത് ഈ കാണുന്ന മുന്നിൽ കാണുന്ന ഈ 2 ഷിപ്പുണ്ടല്ലോ, ഇത് തന്നെ ഏകദേശം ഒരു 10-20 അരമണിക്കൂറെങ്കിലും എടുത്താണ് ഇത് അവിടെ നിന്ന് ഇവിടെ എത്താനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ കണ്ടാത്തൊന്നും ഇത് പോകുന്നില്ല എന്ന്, പക്ഷേ ഇത് വളരെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. പതുക്കെ അല്ല, അത്യാവശ്യം സ്പീഡ് ഉണ്ടാവും കേട്ടോ. നമുക്കത് തോന്നാത്തതാണ്. എന്തായാലും സംഭവം അങ്ങ് ശംഖുമുഖത്തോട് അടുക്കുകയാണ്.
അപ്പോൾ ഇവിടെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. 4:30 മണിയെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് ഇവിടെ അഭ്യാസങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും പ്രകടനങ്ങൾ കാണാനായിട്ട് ആൾക്കാരിങ്ങനെ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഇവിടെ എന്തായാലും അത്യാവശ്യം വേണ്ട രീതിയിൽ കാണാം. എന്നാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് കാണാമായിരുന്നു.